കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമീറ്റർ. ഇതിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഗാലവനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസ് എന്തിനാണ് കറണ്ടിൻ്റെ പ്രസൻസ്, ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ പ്രസൻസ് അളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഡിവൈസ്, അറിയാനുള്ള ഡിവൈസ്. അപ്പോൾ ഗാലവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ്, ഏകദേശം 10-50 ഓമോ എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. മാക്സിമം അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസേ ഉള്ളൂ. ഇനി ഗാലവനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. കൂടാണ്ട് വളരെ ചെറിയൊരു കറണ്ടിന് തന്നെ അതിൻ്റെ നീഡിൽ എന്ത് പറ്റും, ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേറ്റത്തോട്ട് എത്തും. അപ്പോൾ വളരെ ഒരു ചെറിയ കറണ്ട് കയറുമ്പോൾ തന്നെ മാക്സിമം ഡിഫ്ലക്ഷനായി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിവൈസ് വെച്ചിട്ട്, അതായത് ഒരു ഒരു 3 മില്ലി ആംപിയേഴ്സോ അല്ലെങ്കിൽ 5 മില്ലി ആംപിയേഴ്സോ വരുമ്പോൾ തന്നെ ഇവിടെ ഉള്ള സൂചി ഇങ്ങേ അറ്റത്തോട്ട് എത്തി. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളൊരു ഡിവൈസ് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഒരു 3 ആംപിയർ വരെ അളക്കാൻ പറ്റുക? കാരണം എനിക്കിതിനൊരു അമീറ്ററായിട്ട് മാറ്റണം. എൻ്റെ അമീറ്റർ അളക്കേണ്ടതെന്ന മാക്സിമം വാല്യൂ കുറഞ്ഞതും 3 ആംപിയർ വരെയെങ്കിലും അളക്കണം. പക്ഷേ ഈ ഗാലവനോമീറ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്ത് തന്നെ എത്ര വരെ അളക്കാൻ പറ്റത്തുള്ളൂ? 3 മില്ലി ആംപിയർ വരെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ 3 മില്ലി ആംപിയർ സൂചിപ്പിക്കുന്നതിനെ എങ്ങനെ 3 ആംപിയർ ആക്കി മാറ്റാം? അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഗാലവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. ഇതിലോട്ട് 3 ആംപിയർ എൻ്റെ വരുമ്പോഴേക്കും ഗാലവനോമീറ്റർ എത്രമാത്രം കയറാൻ പാടുള്ളൂ, അതായത് എത്രമാത്രമേ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ സമയത്ത് കയറാൻ പാടുള്ളൂ, 3 മില്ലി ആംപിയർ മാത്രമേ ഇതിലോട്ട് കയറാൻ പാടുള്ളൂ. ബാക്കി ഉള്ളതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു ബൈപ്പാസ് ചെയ്ത് വിടണം. ബൈപ്പാസ് ചെയ്ത് വിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനും ചെറിയൊരു റെസിസ്റ്റൻസ് വെച്ചിട്ട് വേറൊരു വഴി ഉണ്ടാക്കി കൊടുക്കും, ഒരു ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിനെയാണ് ഈ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഷണ്ട് റെസിസ്റ്റൻസ്, അതായത് പാരലായിട്ട് കൊടുക്കുന്ന സ്മോൾ റെസിസ്റ്റൻസ് given in parallel to galvanometer, ഇതിനാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന ലോ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് എന്തിനാണ്? ഗാലവനോമീറ്ററിലോട്ട് കയറാൻ സാധിക്കുന്ന മാക്സിമം, അതായത് സൂചി അങ്ങേയറ്റം വരെ എത്താനായിട്ട് അതിന് വേണ്ടത് ആകെ 3 മില്ലി ആംപിയർ ആണ്. അപ്പോൾ അതിനേലും വലിയ കറണ്ട് ആണ് എനിക്ക് അളക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ മാക്സിമം റേഞ്ച് വരെ എത്താനുള്ള കറണ്ട് ഇതിലോട്ട് കയറാൻ പാടുള്ളൂ. കാരണം അതിനപ്പുറം സൂചി പോകത്തില്ല. ആ സമയത്തുള്ള ബാക്കി കറണ്ടിന് പോകാനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യണം. അപ്പോൾ 3 മില്ലി ആംപിയർ വരെയാണ് എൻ്റെ അമീറ്റർ കാണിക്കേണ്ടതെങ്കിൽ, അപ്പോൾ 0 മുതൽ 3 ആംപിയർ വരെ കാണിക്കേണ്ട അമീറ്റർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഗാലവനോമീറ്ററിന് തക്കതായിട്ടൊരു റെസിസ്റ്റൻസ് ഇടും. ഇങ്ങനെയുള്ള റെസിസ്റ്റൻസ് ഇതിലോട്ട് 3 ആംപിയർ കയറുമ്പോഴേക്കും ഗാലവനോമീറ്ററിലോട്ട് എത്രയേ കയറാൻ പാടുള്ളൂ? 3 മില്ലി ആംപിയറേ കയറാൻ പാടുള്ളൂ. ബാക്കി ആരിലൂടെ പോകണം? ഈ ഷണ്ട് റെസിസ്റ്റൻസിലൂടെ ബൈപ്പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് രണ്ടും പാരലായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഗാലവനോമീറ്ററിലോട്ട് കയറുന്ന കറണ്ട് IG ആയിട്ട് എടുക്കാം, ഇവിടെ നിന്ന് കയറുന്ന കറണ്ട് I ആയിട്ട് എടുക്കാം. അപ്പോൾ I മൈനസ് IG എന്നുള്ളത് ഷണ്ടിലൂടെ പോകണമെന്ന് പറയാം. അങ്ങനെ ഈ രണ്ടുപേര് പാരലാണെങ്കിൽ, രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ അവരുടെ അക്രോസുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതേ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് എന്ത് പറ്റും? ഗാലവനോമീറ്ററിലോട്ട് കയറുന്ന കറണ്ട് IG ഇൻറ്റു ഗാലവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? I മൈനസ് IG ഇൻറ്റു എസ്സിന് തുല്യമായിരിക്കും. ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജിന് തുല്യം. അതായത് ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയായിരിക്കണം ഗാലവനോമീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന കണക്കിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എസ് കണ്ടുപിടിക്കാം. എസ് എന്ന് വെച്ചാൽ എന്ത് വാല്യൂ ആണ് എനിക്ക് പാരലായിട്ട് ഇടേണ്ടത്. അപ്പോൾ IG ഇൻറ്റു G ബൈ I മൈനസ് IG എന്ന് ഇടാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കണക്കിന് ഇപ്പോൾ ഗാലവനോമീറ്റർ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മില്ലി ആംപിയർ, അതായത് 3 × 10⁻³ ആംപിയറിൽ ഫുള്ള് ഡിഫ്ലക്ഷൻ കാണിക്കണമെന്ന് വിചാരിക്കാം. ഗാലവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 10 ഓം ആണെന്ന് വിചാരിക്കാം. എനിക്ക് അളക്കേണ്ട കറണ്ട് 3 ആംപിയർ വരെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഞാൻ എന്ത് ഷണ്ട് റെസിസ്റ്റൻസ് ഇടണം? എനിക്ക് IG 3 × 10⁻³ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 3 - 3 × 10⁻³ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ വളരെ ചെറിയ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. കാരണം എന്താ? 3 - 0.003 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു നമ്പർ ആയിരിക്കും. അതായത്
മൂന്നിൽ നിന്നും 3.00 മൈനസ് 0.003 ആ വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ വലിയ നമ്പറാണ്, മേലെ ഉള്ളത് 0.003 ആണ്. അപ്പോൾ ഇത് വളരെ സ്മോൾ വാല്യൂ ഇവിടെ കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്, പാരലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്, ഗാൽവനോമീറ്ററിനെ ആ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.